ദേ സുധിയേട്ടൻ. ആ എന്തായി? ആ ഇല്ലില്ല, വിസിറ്റിംഗ് വിസ അല്ല പോണല്ലടാ. അതെ സുധിയേട്ടാ, 3 മാസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ എവിടെയെങ്കിലും കയറി പറ്റണം. ആലോചിച്ചിട്ട് വിളിക്കാം. അതൊക്കെ ശരിയാവും. ശരിയാതെ അവിടെ പോവാനാ. തത്തമംഗലത്ത് നമ്മുടെ സേതുവിൻ്റെ വീട് കൊടുക്കാണ്ടത്ര എന്തുപോലോട്ടാ? എനിക്കറിയില്ല. കച്ചവടം നടന്ന കമ്മീഷൻ തരണം. പറ്റുമോ? നീ പറഞ്ഞിട്ടാണല്ലോ ആ സ്ഥലം ഞാൻ അറിയാൻ. കമ്മീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബിസിനസ്സുകാരനായി. നീ തിരക്കിലാണോ? ആ എന്തേ? എന്നൊന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്യോ? ഇവൻ നമ്മടുക്കത്ത് കാശ് മേടിക്കും. കാശുണ്ടല്ലോ, നീ കൊടുത്തോ? ദോശാരടാ അവൻ്റെ വളിച്ച ചിരി. വാ വാട. നീ ഇത് എവിടേക്കാണ്? ഒന്ന് കൊടൈക്കനാൽ വരെ. കൊടൈക്കനാലിലേക്കോ? അതെ, നാളെ പുലർച്ചെ പോവാ. മോഹനും ബിജു ഒക്കെ വരുന്നുണ്ട്. ബൈക്കിലാണ് ഞങ്ങൾ പോണേ. ബൈക്കിലോ? അപ്പൊ നിനക്ക് സ്കൂളില്ലേ? ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട്. കുറുപ്പ് സാറ് തരണമെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ പോട്ടെ ജോലി. എന്താ മോനെ നിനക്ക് പറ്റിയത്? നിന്റെ ആസ്മയ്ക്ക് കൊടൈക്കനാൽ ശരിയാവോടാ. വെറുതെ ഓരോ പുലിവാല് പിടിച്ചു വെക്കണ്ട. വല്ലതും വന്നാൽ ഇവിടെ നോക്കാൻ കൂടി ഒരാളില്ല. ഒന്നും വരില്ല. അങ്ങനെ പേടിച്ചാ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ അതും ശരിയാ. ഒന്നാലോചിച്ച് തുടങ്ങി. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോളൂ. എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഇവളുടെ ഒരു കാര്യം. അമ്മ വിഷമിക്കണ്ടാ, ഇത് 2 ദിവസത്തെ കാര്യമുള്ളൂ. ശ്രീദേവി ടീച്ചർ വന്നിരിക്കണോ? കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്ന്. എന്താ അറിയില്ല. എന്താ മേഡം? എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതൊക്കെ എന്താ സുധി? കഴിഞ്ഞ കുറെ വർഷമായിട്ട് PTA ഫണ്ട്, കോമൺ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ടൊക്കെ എവിടെയാ പോയത്? എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് പലപ്പോഴും ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. സുധി അറിയാതെ നടക്കുമോ? നമ്മളെ വിശ്വസിച്ച സുധി ഓരോ അച്ഛനും അമ്മയും അവരുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അത്. ശരിയാണോ ഈ ചെയ്തതൊക്കെ? സത്യമായിട്ട് എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിനോട് ഇത് ഡിസ്കസ് ചെയ്ത് വലിയൊരു വഴക്കിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നാളെ എനിക്കിത് വിജയ് സാറിനോട് സംസാരിക്കേണ്ടി വരും. പിന്നെ സംഭവിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. നീ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ സുധി, നിന്നെ എനിക്ക് രക്ഷിക്കാനാവില്ല.